ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി സുപ്രഭാതം നേരുന്നു എല്ലാ പ്രേക്ഷകർക്കും. മോർണിംഗ് വാക്കിന്റെ സമയമാണ്. വാർത്തകൾ സംഭവിച്ചു തുടങ്ങുന്ന സമയം കൂടിയാണ്. എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം മോർണിംഗ് വാക്കിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതെ, നമ്മൾ നിൽക്കുന്നത് ഒരു സ്പെഷ്യൽ പ്ലേസിലാണ്. കാരണം ലോകം മുഴുവൻ കേരളത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന 2 ദിവസങ്ങളിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിൽ ആദ്യത്തെ ദിവസം ഇന്നലെ കഴിഞ്ഞു. 2047 $1 ട്രില്യൺ സമ്പദ് വ്യവസ്ഥ എന്ന കുതിപ്പിലേക്ക് പോകാൻ കേരളത്തിന് ഊർജം നൽകുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന്റെ വേദിയിൽ നിന്നാണ് ഇന്ന് മോർണിംഗ് വാക്ക് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. മാത്രമല്ല, ഈ വേദിക്ക് മാത്രമല്ല പ്രാധാന്യം, ഇന്ന് ഏറ്റവും വാർത്താ പ്രാധാന്യം ഏതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്ന പ്രഖ്യാപനങ്ങളിലാണ്. ഒരു പക്ഷേ എന്തായിരിക്കും അടുത്ത കുറച്ച് നാളുകളിലേക്ക്, കുറച്ച് വർഷങ്ങളിലേക്ക് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന വലിയ നിക്ഷേപങ്ങൾ, അതാരൊക്കെയാണ്, എത്രയാണ് തുക, എന്തൊക്കെ മേഖലകളിലാണ് നിക്ഷേപങ്ങൾ വരുന്നത് എന്നൊക്കെ അറിയാനുള്ള വ്യവസായ മേഖലയ്ക്ക് വലിയ കുതിപ്പേകാൻ പോകുന്ന വാർത്തകൾ സംഭവിക്കാൻ പോകുന്ന ഇടം കൂടിയാണ് ഇന്ന് ഇവിടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വളരെ സ്പെഷ്യലായ ഇവിടെ ലുലു ബോൾഗാട്ടി കൺവെൻഷൻ സെന്ററിലാണ് ഈ പിന്നിൽ ഈ പതാകകളൊക്കെ കാണാം. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, 27 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട്. ഇന്ന് തായ്വാൻ പ്രതിനിധിയൊക്കെ ഇവിടെ എത്തിച്ചേരും. ഇന്നലെ കഴിഞ്ഞ ദിവസം ജർമ്മനിയിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളായിരുന്നു. 3 ലക്ഷം കോടിയുടെ റോഡ് വികസന പദ്ധതികളാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഇന്നലെ പ്രഖ്യാപിച്ചത്. മാത്രമല്ല മറ്റ് സ്വകാര്യ രംഗത്തു നിന്നുള്ള നിക്ഷേപങ്ങൾ വരുന്നുണ്ട്. അദാനി ഗ്രൂപ്പിന്റെ വലിയ നിക്ഷേപം, ഏതാണ് 30,000 കോടിയുടെ നിക്ഷേപം വരുന്നുണ്ട്. മാത്രം ആസ്ട്ര ഗ്രൂപ്പ് വരുന്നു, ലുലു ഗ്രൂപ്പ് വരുന്നു. അങ്ങനെ എല്ലാവരും കേരളത്തിൽ നിക്ഷേപങ്ങൾക്ക് വരികയാണ്, നിക്ഷേപം ചെയ്യാൻ വരികയാണ്. മറ്റാരൊക്കെയാണ് ഇതിന്റെ പിന്നാലെ വരുന്നതെന്ന് അറിയാനുള്ള ദിവസം കൂടിയാണ് ഇന്ന്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു സമ്മിറ്റ് കൂടിയാണ്. അപ്പോൾ അതിലൊക്കെ ഇന്ന് വലിയ പ്രഖ്യാപനങ്ങൾ വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ മോർണിംഗ് വാക്ക് ഇവിടെ നമ്മൾ സംഘടിപ്പിക്കുന്നത്. ചില ആൾക്കാരൊക്കെ മോർണിംഗ് വാക്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിഥികളായി. അതെ, അപ്പോ ആ ഒരു പ്രതീക്ഷയോടുകൂടെ ലക്ഷം പിന്നാലെ കേരളത്തിലേക്ക് വരും എന്ന പ്രതീക്ഷയോടെ സുസ്ഥിര വികസനത്തിലും സുസ്ഥിര നിക്ഷേപത്തിലും നല്ല ഒരു വ്യാവസായിക ആവാസ വ്യവസ്ഥയിലും കൂടെ കേരളം മുന്നോട്ട് കുതിക്കും എന്ന പ്രതീക്ഷയോടുകൂടി ഒരു സൂപ്പർ പ്രഭാതം. ഇന്ന് ഫെബ്രുവരി 22 ശനിയാഴ്ചയാണ്. കൊല്ലവർഷം 1200 മലയാളം മാസം കുംഭം 10-ാം തീയതിയാണ്. അപ്പൊ നമുക്ക് തുടങ്ങല്ലേ മോർണിംഗ് വാക്ക്. നിങ്ങളിലെല്ലാം എത്ര പേര് ഉറങ്ങി എഴുന്നേറ്റ് റെഡിയായി മോർണിംഗ് വാക്കിനും ജോഗിങ്ങിനും ഒക്കെ ആയി റെഡിയായി നിൽപ്പുണ്ടെന്ന് അറിയിക്കുക. അപ്പോൾ വാർത്തകൾ തുടങ്ങുന്നു. ഒപ്പം വിശേഷങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞു പോവാം. അപ്പോൾ അതൊക്കെയാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇടം പിടിക്കുന്ന, നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിലെ വാർത്തകൾ തന്നെയാണ്. വലിയ പ്രഖ്യാപനങ്ങൾക്ക് ഇന്ന് സാധ്യതയുണ്ട്. അതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് നമുക്ക് പരിശോധിച്ച് നമ്മുടെ മോർണിംഗ് വാക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് നടന്നു തുടങ്ങല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ കേരളം മുന്നോട്ട്, നമ്മൾ മുന്നോട്ട് എന്ന ഒരു മുദ്രാവാക്യത്തോടുകൂടി കൊച്ചിയിൽ നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി ഇന്ന് സമാപിക്കും. സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മുസ്ലിം ലീഗ് നേതാവും മുൻ വ്യവസായ മന്ത്രിയുമായ PK കുഞ്ഞാലിക്കുട്ടി ചടങ്ങിൽ പങ്കെടുക്കും. ഇന്നലെ മാത്രം 33,000 കോടി രൂപയോളം വരുന്ന നിക്ഷേപങ്ങളാണ് വിവിധ വ്യവസായ ശൃംഖലകൾ പ്രഖ്യാപിച്ചത്. സ്വകാര്യ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്ന സർക്കാർ പദ്ധതികളും നിക്ഷേപകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. നിക്ഷേപക ഉച്ചകോടി വലിയ വിജയമെന്ന് വ്യവസായ മന്ത്രി P രാജീവ് പറഞ്ഞു. വിദേശത്തു നിന്നുള്ള നിക്ഷേപങ്ങൾ ഉണ്ടാകും. സമാപന സമ്മേളനത്തിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും വ്യവസായ മന്ത്രി വ്യക്തമാക്കി. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു പങ്കാളിത്തം വന്നിട്ടുണ്ട്. നമ്മുടെ സെഷൻസ് എല്ലാം വളരെ മികച്ചതായിരുന്നു. കേരളത്തെ ലോകത്തിൻ്റെ മുൻപിൽ നമുക്ക് ഷോക്കേസ് ചെയ്യാൻ കഴിഞ്ഞു. കേരളം ഇപ്പോൾ വിസിബിൾ ആയിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ പൊട്ടൻഷ്യൽ ലോകത്തിന് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്നത് തെളിയിക്കുന്ന ഒരു പങ്കാളിത്തവും പ്രാതിനിധ്യവുമാണ് നമുക്ക് ഇന്നുണ്ടായിട്ടുള്ളത്. വിദേശ കമ്പനികളുടെ ഉണ്ട്. നമ്മളപ്പോൾ അതിന് ചില പ്രൊസീജിയർ ഉണ്ടാവും. അപ്പോൾ ചിലത് നമ്മളിപ്പോൾ തന്നെ അത് പരസ്യപ്പെടുത്തിയെന്ന് വരില്ല. അപ്പോൾ അതാണ്, എല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ സമ്മിറ്റിനെ കാണുന്നത്. ഇവിടുത്തെ പ്രഖ്യാപനങ്ങൾ, അത് നമ്മുടെ വ്യാവസായിക മേഖല ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ, അതൊരു വലിയ നാളത്തേക്ക് കേരളത്തിന് മുതൽക്കൂട്ടാകും എന്ന കാര്യത്തിൽ സംശയങ്ങൾ മാത്രമല്ല. പ്രശ്നം ഇന്നലെ എത്ര മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. നമ്മൾ നടത്തിയ ഒരു ബിസിനസ് കോൺക്ലേവ് ഉണ്ട്. അപ്പോൾ ആ കോൺക്ലേവിൽ പങ്കെടുത്തപ്പോൾ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞത് വികസനത്തെ ഒരിക്കലും രാഷ്ട്രീയവൽക്കരിക്കരുതെന്നാണ്. അപ്പോൾ ഇന്നലെ ആ വേദിയിൽ നമ്മൾ കണ്ടതാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും കേന്ദ്രമന്ത്രിസഭാംഗങ്ങളും ഒക്കെ
ഒറ്റക്കെട്ടായി ഒരു സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആ ഒരു കാഴ്ച. എതിർപ്പുകൾ എവിടുന്നുമില്ല, എല്ലാം പോസിറ്റീവ് തോട്ട്സ് മാത്രമാണ്. അപ്പൊ കേരളം എന്ന് പറയുന്ന ഒരു നാടായി മാറുന്നു. ആ നാട്ടിൽ എന്താണ് പറയുക, എല്ലാവരും ഒരേ രീതിയിൽ ചിന്തിക്കുന്നു. അത്തരം കാഴ്ചകളാണ് വേണ്ടതെങ്കിൽ മാത്രമാണ് വികസനത്തിന് വേഗം ഉണ്ടാകൂ. അതെ, ഓരോ മലയാളിയുടെ ഉന്നമനത്തിന് വേണ്ടി ഭരണ പ്രതിപക്ഷ ഭേദമന്യേ, കേന്ദ്ര കേരള ഭേദമന്യേ ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മ. ആ കൂട്ടായ്മയിൽ നമുക്കും കൈകോർക്കാം എന്നുള്ള ആഹ്വാനത്തോടുകൂടെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കേരളം ഈ സമ്മിറ്റിനെ, ഈ ആഗോള നിക്ഷേപ ഉച്ചകോടിയെ കാണുന്നത്. സമാപന ദിവസമായി ഇന്ന് കേരളത്തിലേക്കുള്ള വൻകിട നിക്ഷേപ പദ്ധതികളുടെ പ്രഖ്യാപനം ഉണ്ടാകും. 30,000 കോടിയിലധികം രൂപയുടെ നിക്ഷേപങ്ങളാണ് ഇതിനകം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ വികസന രംഗത്ത് വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുന്ന അന്താരാഷ്ട്ര നിക്ഷേപക സംഗമം ഇന്ന് അവസാനിക്കുമ്പോൾ വൻ നിക്ഷേപങ്ങളുടെ പ്രഖ്യാപനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. കേരളം 2047 എന്ന സെഷനോടുകൂടിയാകും നിക്ഷേപക സംഗമം അവസാനിക്കുക. നിക്ഷേപക സംഗമത്തിന്റെ പരിണിതഫലം വരും ദിവസങ്ങളിൽ വ്യക്തമാകുമെന്ന് സർക്കാർ പറയുമ്പോൾ എത്ര കോടി രൂപയുടെ നിക്ഷേപമാകും കേരളത്തിലെത്തുക എന്നതിൽ ഏറെക്കുറെ ചിത്രം തെളിയും. മലേഷ്യ, ഫ്രാൻസ് രാജ്യങ്ങളുടെ പങ്കാളിത്തം ഇന്നത്തെ നിക്ഷേപക സംഗമത്തിൽ ഉണ്ടാകും. നിക്ഷേപക നിർദ്ദേശങ്ങളുമായി എത്തുന്ന സംരംഭകരുമായി താൽപര്യപത്രത്തിന് കൈകൊടുക്കുന്ന സർക്കാർ അവ നടപ്പിലാക്കാനാകും പരമാവധി ശ്രമിക്കുക. അടുത്ത 5 വർഷത്തിനുള്ളിൽ അദാനി ഗ്രൂപ്പ് കേരളത്തിലെ വിവിധ പദ്ധതികളിലായി 30,000 കോടി രൂപയാകും നിക്ഷേപിക്കുക. ആസ്റ്റർ DM ഹെൽത്ത് കെയർ ഇപ്പോൾ 850 കോടി രൂപയുടെ നിക്ഷേപം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. IT, ഭക്ഷ്യ സംസ്കരണ മേഖലകളിൽ വമ്പൻ നിക്ഷേപത്തിനാണ് ലുലു ഗ്രൂപ്പ് തയ്യാറെടുക്കുന്നത്. അഭിപ്രായ ഭിന്നത നിലനിൽക്കുമ്പോഴും പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയുള്ള സംഗമത്തിൽ ഇന്ന് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി പങ്കെടുക്കും. 24 കൊച്ചി. ചേച്ചി, ഞാൻ ഈ വെന്യൂവിൽ ഇങ്ങനെ നടക്കുകയായിരുന്നു, അവിടെയൊക്കെ ഇങ്ങനെ നോക്കുകയായിരുന്നു. അപ്പം ഈ പറയുന്ന പോലെ ഒരു ഇന്റർനാഷണൽ സ്റ്റൈലിലാണ് ഈ സമ്മിറ്റ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം 2 ഇടങ്ങളിലായിട്ടാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വേദികളെല്ലാം വരുന്നത്. അപ്പോൾ അവിടെ ഈ പുറത്തുനിന്ന് വരുന്ന പ്രതിനിധികൾക്കുള്ള പ്രത്യേക സ്റ്റാളുകൾ, അവരുടെ എന്തൊക്കെയാണ് അവരുടെ ഓഫറുകൾ, അതൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുള്ള എല്ലാ രീതിയിലും ആ രീതിയിലാണ്, ഒരു ഇന്റർനാഷണൽ സ്റ്റൈലിലാണ് ഈ സമ്മിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് തന്നെ ഒരു അങ്ങനെയാണല്ലോ വേണ്ടത്. കാരണം നമ്മൾ ഒന്നിച്ചു നിൽക്കുന്നു. ഈ ഒന്നിച്ചു നിന്ന ഈ ഒരു സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നത് വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികളിലേക്കാണ്. അപ്പോൾ കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പട്ടികയിൽ 28ാം സ്ഥാനത്ത് നിന്ന് 1ാം സ്ഥാനത്തേക്ക് എത്തി. അത് നമ്മൾ ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ഇനി നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളുടെ മുന്നിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് തെളിയിക്കേണ്ടത്? അപ്പോൾ അതൊക്കെ ഇന്നിവിടെ പ്രൂവ് ചെയ്യപ്പെടും. ഈ പറയുന്നത് പോലെ പ്രഖ്യാപനങ്ങളിൽ മാത്രമല്ല, പ്രായോഗികമായി ഇത് എത്രത്തോളം നടപ്പാകുന്നു എന്നതുകൂടി നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട്. നമുക്ക് ചില സ്പെഷ്യൽ ഗസ്റ്റുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു മോർണിംഗ് വാക്കിനായിട്ട് KSIDC ചെയർമാൻ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അദ്ദേഹത്തിലേക്ക് പോയാലോ? നമ്മുടെ ഹരികിഷോർ സാർ. അതെ അതെ അതെ, എനിക്ക് തോന്നുന്നു KSIDC MD റെഡിയാണെന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് നമ്മൾ വളരെ യാദൃശ്ചികമായിട്ട് നമ്മളിവിടെ നടക്കുമ്പോഴാണ് സാറിനെ കണ്ടത്. ഗുഡ് മോർണിംഗ് സാർ. അപ്പോൾ സമ്മിറ്റ് എങ്ങനെ പോകുന്നു? എന്താണ് നമ്മുടെ പ്രതീക്ഷകൾ? എന്താണ്, എങ്ങനെയാണ് ഈ സെക്കൻഡ് ഡേ നമ്മൾ നോക്കി കാണാൻ പോകുന്നത്? സമ്മിറ്റ് കേരളത്തിന് വളരെ പ്രതീക്ഷ നൽകുന്നൊരു സമ്മിറ്റാണ്. കേരളത്തിൻ്റെ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷവും കേരളത്തിൻ്റെ വ്യവസായ വിവിധ സെക്ടറുകളിലുള്ള ഇവിടെയുള്ള ആവാസ വ്യവസ്ഥ, നമ്മുടെ എക്കോസിസ്റ്റവും ലോക സമൂഹത്തിന് മുന്നിൽ നമ്മൾക്ക് പ്രദർശിപ്പിക്കാനായി എന്നുള്ളതാണ് ഈ സമ്മിറ്റിൻ്റെ ഏറ്റവും വലിയ ഒരു നേട്ടം. കഴിഞ്ഞൊരു ദിവസം കടന്നു പോകുമ്പോൾ, ആ ഇരുട്ടി വെളുക്കുമ്പോൾ അത് നമുക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസം എത്രത്തോളമാണ്? തീർച്ചയായും ആത്മവിശ്വാസം എന്ന വാക്കാണ് അതിൽ ഏറ്റവും പ്രധാനം. കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാൽ കേരളത്തെക്കുറിച്ചുള്ള ഒരു പെർസെപ്ഷനായിരുന്നു. കേരളം ഏത് മേഖലയിലും കേരളം വളരെ നല്ലതാണ് എന്ന് നമ്മൾ പറയുമ്പോഴും കേരളം പോരാ എന്നുള്ളൊരു പെർസെപ്ഷൻ പൊതുവെ നിലനിന്നിരുന്നു. ആ ഒരു പെർസ്പെക്റ്റീവ് മാറ്റാൻ വേണ്ടി ഈ സമ്മിറ്റിന് സാധിച്ചു എന്നാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. അതുപോലെ ദാവോസിൽ നമ്മൾ നല്ലൊരു ഹോംവർക്ക് ചെയ്തിരുന്നു. ദാവോസിൽ പോയി ഇതിനു വേണ്ടി ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് നമ്മൾ നടത്തി. ദാവോസിലെ ഇക്കണോമിക് ഫോറത്തിന്റെ ഫസ്റ്റ് പേജ് എടുക്കുമ്പോഴും അവിടുത്തെ ഒരു 13 ക്ലസ്റ്ററുകളിൽ ആദ്യം വന്നിരിക്കുന്ന കേരളത്തിന്റെ ഹൈഡ്രജൻ ഗ്രീൻ വാലി പ്രോജക്റ്റാണ്. അപ്പോൾ ഇന്നലെ പുറത്തുനിന്ന് വന്നിരിക്കുന്ന ഈ നിക്ഷേപകർക്ക് നമ്മളുടെ ഈ കോൺഫിഡൻസ് അവർക്ക് പകരാൻ സാധിച്ചിട്ടുണ്ടോ? ദാവോസിലും ഞാൻ പോയിരുന്നു. ഇപ്പോൾ ദാവോസിലെ ലോകത്തിലെ മുഴുവൻ വ്യവസായികളും ലോകത്തിലെ മുഴുവൻ ലോക നേതാക്കളും ഒക്കെ വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ കേരളത്തെ 19 വർഷത്തിന് ശേഷമാണ് നമുക്ക് കേരള പവലിയൻ ദാവോസിൽ സ്ഥാപിക്കാൻ സാധിച്ചത്. ദാവോസിൽ കേരളം പോയത് തന്നെ വലിയൊരു നേട്ടമായിട്ടാണ് വിലയിരുത്തപ്പെട്ടത്. നമ്മൾക്കവിടെ കേരള ഈസ് ഇൻവൈറ്റിംഗ് എന്നൊരു ക്യാമ്പയിൻ, കേരള ഈസ് ചേഞ്ചിങ് ദ നേച്ചർ ഓഫ് ബിസിനസ്, നമ്മുടെ കൂടുതൽ സസ്റ്റൈനബിലിറ്റിയിൽ ഊന്നിക്കൊണ്ട് കേരളത്തിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള നമ്മുടെ ഏറ്റവും മികച്ച സ്കിൽഡ് മാൻ പവറാണ് നമ്മൾക്കുള്ളത് എന്നുള്ള ഒരു കേരളത്തിൻ്റെ പ്രത്യേകത നമുക്കവിടെ എടുത്തു പറയാൻ സാധിച്ചു.
അപ്പോൾ ദാവോസിൽ പോയി കേരളം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടു. വിദേശ നിക്ഷേപർ ഓക്കെ, കേരള ഈസ് റെഡി, കേരള ഈസ് വില്ലിങ്, കേരളം സീരിയസ് ആണ് എന്നുള്ളൊരു തോട്ട് ദാവോസിൽ നിന്ന് നമുക്ക് ആ ഒരു പ്രതീക്ഷ ലോകത്തിന് നൽകാൻ സാധിച്ചു. അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ടാണ് ഇവിടെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ 26ലധികം വിദേശ രാജ്യത്തു നിന്നുള്ള പ്രതിനിധികൾ വരുന്നു എന്നുള്ളത് തന്നെ ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി തുടർച്ച ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി ഇന്നലെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ചുവപ്പ് നാടയിൽ കുരുങ്ങില്ല ഒരു സംരംഭകന്റെയും സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ. ആ രീതിയിലുള്ളൊരു മാറ്റം കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നാണ്. ഇപ്പോൾ സാറും പറയുന്നു അങ്ങനെ ഒരു പെർസെപ്ഷൻ ഉണ്ടായിരുന്നു, കേരളത്തിൽ ഇതൊന്നും നടക്കില്ല എന്ന രീതിയിലുള്ളൊരു പെർസെപ്ഷൻ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അത് യാഥാർത്ഥ്യം എന്താണ്? ഇപ്പോൾ പലപ്പോഴും പറയുന്നു കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ അത് വലിയ തലവേദനയാണ്, ഞാൻ ഒരുപാട് അതിന് പിറകെ പോകണം, മറ്റ് സംസ്ഥാനങ്ങളോ അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി എന്ന് പറയുന്നു. അപ്പം അങ്ങനെ കുറേ പേപ്പർ വർക്കുകളും ഒക്കെ ഉണ്ട് അതിൻ്റെ പിന്നിലെന്ന് പറയുന്നു. ലൈസൻസ് നേടിയെടുക്കാൻ പ്രയാസമാണെന്ന് പറയുന്നു. അതിൻ്റെ റിയാലിറ്റി എന്താണ്? ഈ പ്രത്യേകിച്ചും ഈ സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ ഇത്രമാത്രം ഒരു സാധ്യതയുള്ളൊരു ദേശത്ത് ഈ അത്തരമൊരു എക്കോസിസ്റ്റം എന്തുകൊണ്ട് അങ്ങനെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു? ഞങ്ങൾ ഈ വ്യവസായ വകുപ്പിൽ പ്രവർത്തിക്കുമ്പോൾ വ്യവസായത്തിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിനെ ഒരു 20 സെക്ടറായിട്ട് തിരിക്കാൻ നോക്കാം. അപ്പോൾ 20 മേഖലയെ നമ്മൾ തിരിച്ചാൽ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഒരു പക്ഷേ കേരളത്തിൽ അതിൻ്റെ റോ മെറ്റീരിയൽ ഉണ്ടാവില്ല, കേരളത്തിന് പറ്റിയതായിരിക്കില്ല. കെമിക്കൽ പൊല്യൂട്ടിംഗ് ഇൻഡസ്ട്രി നമ്മൾ കേരളം ചിലപ്പോൾ സ്വീകരിക്കണമെന്നില്ല. പക്ഷെ നിങ്ങൾ നോക്കിയാൽ വ്യവസായത്തിലെ ചുരുങ്ങിയത് 10-15 മേഖലകൾ കേരളം വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുകയാണ്. ഒന്ന് ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ. ടൂറിസം മേഖലയിൽ ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യം കേരളത്തിലാണ്. നിക്ഷേപകർ യാതൊരു മടിയില്ലാതെ കേരളത്തിലേക്ക് നിക്ഷേപിക്കാൻ വരുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് മറ്റൊരു മേഖലയാണ്. സ്റ്റാർട്ടപ്പിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം കേരളമാണെന്നാണ് കഴിഞ്ഞ 3 വർഷത്തെ റാങ്കിങ്ങിൽ പറയുന്നത്. പിന്നെ വ്യവസായത്തിൻ്റെ മാനുഫാക്ചറിങ്ങിൻ്റെ സെക്ടറുകളെടുത്താൽ MSMEയിൽ വളരെ നല്ല നേട്ടമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചത്. എയറോസ്പേസ് ആൻഡ് ഡിഫൻസ്, മാരിടൈം, മെറൈൻ ഫുഡ് പ്രോസസ്സിംഗ്, ഷിപ്പ് ബിൽഡിംഗ്, റബ്ബർ, അങ്ങനെ വിവിധ സെക്ടറുകളിൽ കേരളം വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ വ്യവസായത്തിന് നല്ലതാണോ എന്ന് ചോദിക്കുന്നതിന് വരെ ഓരോ സെക്ടറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും ഇന്ന മേഖലയിൽ നമ്മൾ വളരെ നല്ലതാണ്, ഇന്ന മേഖലയിൽ നമുക്ക് ഏത് റോ മെറ്റീരിയൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ മികച്ച വ്യവസായങ്ങളോട് ഇല്ലാത്തതുകൊണ്ടൊരു എക്കോസിസ്റ്റം ഉണ്ടാവില്ല എന്ന് പറയാം. അപ്പോൾ ആ ഒരു മേഖലയിൽ ആ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ വ്യവസായ കേരളം എപ്പോഴും നല്ല രീതിയിൽ പോവുകയാണ്. ഇനി ചോദിച്ചത് ലൈസൻസിനെ കുറിച്ചാണ്. ലൈസൻസ് പ്രൊസീജിയർ അത് ടഫാണെന്ന് പറയുന്നു. ലൈസൻസ് പല വ്യവസായങ്ങൾക്ക് പല രീതിയിലുള്ള ലൈസൻസാണ്. ചില വ്യവസായങ്ങൾക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ലൈസൻസ് വേണം, ഹെൽത്തിൻ്റെ വേണം, ഫയറിൻ്റെ വേണം, മറ്റു ചിലതിന് വേറെ രീതിയിലാണ്. അപ്പോൾ ഓരോ വ്യവസായങ്ങൾക്കും ഓരോ രീതിയിൽ ലൈസൻസ് കൊടുക്കുന്നതിന് ഏകീകരിച്ചുകൊണ്ട് 2 സംവിധാനങ്ങൾ നമുക്കുണ്ട്. ഒന്ന് K-Swift എന്ന് പറഞ്ഞൊരു ഓൺലൈൻ പോർട്ടലാണ്. അതിൽ രജിസ്റ്റർ ചെയ്താൽ ഒരു 1-2 മിനിറ്റ് കൊണ്ട് നമ്മൾക്ക് MSME 50 കോടി വരെയുള്ള വ്യവസായം തുടങ്ങാൻ സാധിക്കും. നോൺ റെഡ് കാറ്റഗറിയുള്ള MSME വ്യവസായം തുടങ്ങാം. 3.5 വർഷം കൊണ്ട് ലൈസൻസ് എടുത്താൽ മതി. അപ്പോൾ ഇന്നലത്തെ വരെ കണക്ക് നോക്കിയപ്പോൾ ഒരു 72,000-ഓളം പേര് K-Swiftലൂടെ രജിസ്റ്റർ ചെയ്ത് ലൈസൻസ് എടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. രണ്ടാമത്തെ സംവിധാനം സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡാണ്. ഒരുമിച്ച് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എല്ലാ വകുപ്പുകളുടെയും ലൈസൻസ് സിംഗിൾ വിൻഡോയിലൂടെ കിട്ടുന്ന ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള സിംഗിൾ വിൻഡോ ഉണ്ട് സംസ്ഥാന തലത്തിൽ, ജില്ലയിൽ കലക്ടർ അധ്യക്ഷനായിട്ടുള്ള സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡുണ്ട്. അപ്പോൾ ഈ 2 ലൈസൻസ് സംവിധാനങ്ങളിലൂടെയും നമ്മൾക്ക് ലൈസൻസ് കിട്ടാനുള്ള നടപടി സുഗമമാക്കിയിട്ടുണ്ട്. അതിൽ K-Swiftil തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, പഞ്ചായത്ത്, ഫയർ, ഹെൽത്ത്, ഈ ഓഫീസിലൊന്നും പോകാതെ K-Swiftil അപേക്ഷിച്ചാൽ ഓൺലൈനായിട്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് പോയി ഓൺലൈനായി ലൈസൻസ് കിട്ടുന്ന സംവിധാനമുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രൊസീജിയർ സുഗമമാക്കുന്ന നടപടികൾ ഗവൺമെൻറ് തീർച്ചയായും സ്വീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും രാജ്യാന്തര നിലവാരത്തിൽ നമ്മളിവിടെ ഈ ഒരു സമ്മിറ്റ് നടത്തുകയാണ്. അപ്പോൾ കേരളത്തിലെ ഓരോ സാധാരണക്കാരനിലേക്കും ഈ ആത്മവിശ്വാസം പകരാൻ നമുക്കൊക്കെ ആകട്ടെ. അപ്പോൾ ഇതിലെ പ്രഖ്യാപനങ്ങൾ പ്രായോഗികതയിലേക്ക് വരട്ടെ. ഈ പറയുന്ന പോലെ ജിം ആണെങ്കിലും എമേർജിംഗ് കേരളയാണെങ്കിലും അസെൻ്റ് ആണെങ്കിലും ലോക കേരള സഭയാണെങ്കിലും ഒക്കെ വരുത്തിയ മാറ്റങ്ങൾക്ക് തുടർച്ചയായി നമ്മൾ ഈ പറയുന്ന $1 ട്രില്യൺ ഇക്കോണമി എന്ന് പറയുന്ന ആ ഒരു മുന്നേറ്റത്തിലേക്ക് പോകാൻ നമുക്ക് സാധിക്കട്ടെ. സർ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us. താങ്ക് യു. KSIDC MD ഹരികിഷോർ സാറാണ് നമ്മോട് സംസാരിച്ചത്. അപ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി കേരളം ഈ സബ്മിറ്റിനെ കാണുന്നുവെന്ന് സാറിൻ്റെ വാക്കുകൾ വ്യക്തമാണ്. എത്രമാത്രം ആത്മവിശ്വാസമുണ്ട്. ഇന്നലത്തെ ആ ഒരു പ്രഖ്യാപനങ്ങളിൽ തന്നെ ഈ സമ്മിറ്റ് വിജയമാണ്, അതേപോലെ ഇന്നും പ്രതീക്ഷിക്കുന്നെന്നാണ്
ഹരീഷ് സാറും പറഞ്ഞത്. തീർച്ചയായിട്ടും നമുക്കും ആ പോസിറ്റീവായിട്ടുള്ള ഔട്ട്ലുക്ക് തന്നെയാണ്. കേരളത്തിലെ ഓരോ സാധാരണക്കാരനിലേക്കും ഈ ആത്മവിശ്വാസം പകരാൻ ഇപ്പോൾ ചിലപ്പോൾ സാധാരണക്കാരായ മനുഷ്യർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വിചാരിക്കും ഈ പറയുന്ന വലിയ ആഗോള സമ്മിറ്റ്, ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ വരുന്നു, ഇതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് പ്രയോജനം? ഈ നിക്ഷേപങ്ങൾ വരുമ്പോൾ എത്ര പേർക്കാണ് തൊഴിൽ ലഭിക്കുക, എത്ര പേരുടെ പോക്കറ്റുകളിലേക്കാണ് പണം വരിക, എത്ര വികസിതമാവുകയാണ് നമ്മുടെ സംസ്ഥാനം? അങ്ങനെ ഒരു മനോഹര സുന്ദര സ്വപ്നം കണ്ടുകൊണ്ട് നമുക്ക് അടുത്ത വാർത്തയിലേക്ക് മറ്റു വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ഈ തൃക്കാക്കരയിൽ മരിച്ച കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ മനീഷ് വിജയ്, സഹോദരി ശാലിനി, മാതാവ് ശകുന്തള അഗർവാൾ എന്നിവരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടക്കും. വിദേശത്തുള്ള സഹോദരി എത്താൻ വൈകിയതോടെയാണ് ഇന്നലെ നടത്താൻ നിശ്ചയിച്ച പോസ്റ്റ്മോർട്ടം ഇന്നത്തേക്ക് മാറ്റിവെച്ചത്. അറസ്റ്റ് ഭയന്നുള്ള ആത്മഹത്യയാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത് വിഷ്ണു സുരേഷാണ്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തായിരിക്കാം ഇതിനൊരു കാരണം എന്ന് നമ്മൾ അന്വേഷിച്ചു. അപ്പോൾ അതൊരു പരീക്ഷാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില കാരണങ്ങൾ അതിന് പിന്നിലുണ്ട്. അപ്പോൾ ഈ കാരണങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? ഇത്ര വലിയൊരു കടുങ്കൈ, ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു കുടുംബം ചെയ്യാനുള്ള ഒരു കാരണത്തിലേക്ക് കൃത്യമായ ഒരു വിരൽ ചൂണ്ടലുണ്ടായിട്ടുണ്ടോ? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഇപ്പോഴും ഈ മരണവുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത പോലീസിന് വന്നിട്ടില്ല. ചില സംശയങ്ങളുള്ളത്. അറസ്റ്റ് ഭയന്നുകൊണ്ടുള്ള ഒരു ആത്മഹത്യ എന്നൊക്കെയാണ് പോലീസ് പ്രാഥമികമായി സംശയിക്കുന്നത്. പ്രത്യേകിച്ച് പരീക്ഷാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ശാലിനിക്കെതിരെ CBI അന്വേഷണമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. 15-ാം തീയതി ഹാജരാകണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഒരുപക്ഷെ അതിൽ നിന്ന് അഭിമാനക്ഷതമേറ്റ് ഒരു ആത്മഹത്യയിലേക്ക് പോയതാകാം എന്ന് പോലീസ് പറയുന്നുണ്ട്. അപ്പോഴും അവിടെ ഒരു സംശയമായി നിൽക്കുന്നത് ആദ്യം മരിച്ചത് മാതാവാണ്. അവരെ കട്ടിൽ കിടത്തിയ നിലയിലായിരുന്നു. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ആ മാതാവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടൊരു പരിശോധനയും അന്വേഷണവും ഒക്കെ പോലീസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും അവരുടെ മരണകാരണം വ്യക്തമാകുക. ശാലിനിയും മനീഷും ആത്മഹത്യ ചെയ്തതാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ ഒരു 10 മണിയോടുകൂടിയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ എറണാകുളം മെഡിക്കൽ കോളേജിൽ ആരംഭിക്കുക. ഇന്നലെ പോസ്റ്റ്മോർട്ടം നടത്താനാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിലും വിദേശത്തു നിന്നുള്ള മനീഷിന്റെ സഹോദരി എത്താൻ വൈകിയതുകൊണ്ടാണ് ഇന്നത്തേക്ക് മാറ്റിയത്. പോസ്റ്റ്മോർട്ടം പൂർത്തിയാവുന്നതോടുകൂടിയായിരിക്കും കേസുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകളൊക്കെ നീങ്ങുക. പ്രജിത്ത്. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. വളരെ പെട്ടെന്ന് അടുത്ത വാർത്തയിലേക്ക് കൂടി പോകുന്നു. ഈ ആശാ വർക്കേഴ്സിന്റെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ അത് മാറ്റമില്ലാതെ തുടരുകയാണ്. ഇന്ന് 13-ാം ദിവസത്തിലേക്ക് ആ സമരം കടക്കുകയുമാണ്. സമരം കൂടുതൽ ശക്തമാക്കും എന്നൊരു തീരുമാനം കഴിഞ്ഞ ദിവസം തന്നെ ആശാ വർക്കേഴ്സ് എടുത്തിരുന്നു. പൂർണ്ണമായും ഈ സേവനങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടാണ് ഇപ്പോഴത്തെ ആശാ വർക്കേഴ്സിന്റെ സമരം. രമേശ് ചെന്നിത്തല ഇന്ന് വീണ്ടും ആശാ വർക്കേഴ്സിന്റെ സമരപന്തൽ സന്ദർശിക്കുകയാണ്. രാവിലെ 9 മണിക്ക് സമരപന്തൽ സന്ദർശിച്ച് വീണ്ടും സമരത്തിന്റെ ഭാഗമാകും. തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് സലീം മാലിക്കാണ്. സലീം, ഒരു ആശയമില്ലാത്ത സമയത്ത് ഒരു വിഭാഗം, നമ്മളെ ഓരോ സമയത്തും സഹായിക്കുന്ന ആശാ വർക്കേഴ്സ് അവർ തുടങ്ങിയ ഒരു സമരം, ആ സമരത്തിന്റെ രൂപം മാറുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ സമരപന്തലിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിനിധിയായി രമേശ് ചെന്നിത്തല കൂടി എത്തുന്നതോടുകൂടി ഇന്ന് എന്തൊക്കെ സംഭവിക്കാനാണ് സാധ്യത? ക്രിസ്റ്റീന, പ്രജിൻ, ഓരോ ദിവസം കഴിയുന്തോറും ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണയേറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആദ്യ ദിവസങ്ങളിൽ വളരെ ശാന്തമായി തുടങ്ങിയ ആ സമരം അത് സംസ്ഥാന സർക്കാരിനെ വല്ലാതെ പിടിച്ചുകുലുക്കി. സമീപകാലത്ത് കേരളത്തിൽ കണ്ട ഏറ്റവും ശക്തമായ സമരം എന്ന നിലയിലേക്ക് മാറുന്നതും നമ്മൾ കണ്ടതാണ്. 11-ാം ദിവസമായിരുന്നു ഇവർ ഒരു കുടുംബ സംഗമം സംഘടിപ്പിച്ചത്. ആ കുടുംബ സംഗമത്തിന് ശേഷമെങ്കിലും ഈ സമരം അവസാനിപ്പിക്കും എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ പ്രതീക്ഷ. പക്ഷേ കുടുംബ സംഗമത്തിന് തൊട്ടു പിന്നാലെ കഴിഞ്ഞ ദിവസം മുതൽ സംസ്ഥാനത്തെ ആശാവർക്കർമാർ സേവനങ്ങൾ കൂടി നിർത്തിയതോടുകൂടി ആ സമരം മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ്. അതായത് കേരളത്തിലെ ഒരു ദിവസം പ്രതിപക്ഷ നേതാവ് ഇവിടെ വന്ന് പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ സ്ത്രീ സമരശക്തി എന്ത് എന്ന സർക്കാർ കാണുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോൾ അതിന്റെ ആ സമരത്തിന്റെ 13-ാം ദിവസമാണ്. 13-ാം ദിവസത്തിൽ പുലർച്ചെ തന്നെ ആശമാർ തന്നെ ഈ സമരവേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. രാപ്പകൽ സമരം അത് അക്ഷരാർത്ഥത്തിൽ എല്ലാ നിലയിലും ആ ശക്തിയോടുകൂടി തന്നെ തുടർന്നു പോവുകയുമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ കൂടുതൽ നേതാക്കൾ കൂടി ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. മഹാസംഗമത്തിന് തൊട്ടു മുൻപ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇവിടേക്ക് എത്തി. അതിനുശേഷം ഇന്നലെ KPCC അധ്യക്ഷൻ K സുധാകരൻ വൈകുന്നേരം ഇവരെ അഭിവാദ്യം ചെയ്യാനെത്തി. ഇന്ന് രമേശ് ചെന്നിത്തല 9 മണിയോടുകൂടി ഇവിടെ എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. രമേശ് ചെന്നിത്തല ആദ്യ ദിവസം തന്നെ ഈ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചെത്തിയതാണ്. ആദ്യം എത്തിയ കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം. എന്തായാലും സമരത്തിന് പൊതുസമൂഹത്തിൽ നിന്നുകൂടി പിന്തുണ ലഭിക്കുന്നു എന്നുള്ളതാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വിവിധ പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട് പലരും എത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സമരം കൂടുതൽ ശക്തമാക്കുക, ഈ ഉയർത്തിയ മുഴുവൻ ആവശ്യങ്ങളും ലഭിക്കാതെ ഇവിടെ നിന്ന് മടങ്ങിപ്പോകില്ല എന്നുള്ളതാണ് ഇവരുടെ നിലപാട്. സാധാരണ ഇവരെ അനുനയിപ്പിക്കാനായി സർക്കാർ വിവിധ ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി ഓണറേറിയം ഉൾപ്പെടെ അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒപ്പം തന്നെ ഈ മാനദണ്ഡങ്ങൾ മാറ്റുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. പക്ഷെ അതിലൊന്നും ഈ ആശമാർ തൃപ്തരായിട്ടില്ല. അവരുടെ മുഴുവൻ ആവശ്യവും പ്രത്യേകിച്ചും ഓണറേറിയ വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. പ്രജിൻ, ക്രിസ്റ്റീന.
നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് മോർണിംഗ് വാക്കിനായി ഉള്ളത് ലുലു ബുൾഗാട്ടി കൺവെൻഷൻ സെന്ററിലാണ്. ഇവിടെയാണ് കേരള ഗ്ലോബൽ സമ്മിറ്റ്, നിക്ഷേപക സമ്മിറ്റ് നടക്കുന്നത്. അതിന്റെ 2ാം ദിവസമാണിന്ന്. അപ്പോൾ ആ വേദിയിൽ കടുത്താണ് നമ്മൾ ഇങ്ങനത്തെ മോർണിംഗ് വാക്കും സംഘടിപ്പിച്ചിരുന്നത്. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. അതെ, അത് ചെന്നൈയിൽ നിന്ന് വരുന്ന വാർത്തയാണ്. ചെന്നൈയിൽ അന്തരിച്ച CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസലിന്റെ മൃതദേഹം ഇന്ന് കേരളത്തിലെത്തിക്കും. രാവിലെ 9 മണിയോടെ കൊച്ചി വിമാനത്താവളത്തിലേക്ക് എത്തിക്കുന്ന മൃതദേഹം കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിലും ചങ്ങനാശ്ശേരിയിലെ പാർട്ടി ഓഫീസിലും പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം നാളെ ഉച്ചയ്ക്കാണ് നടക്കുക. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് നൽകും അവിടുത്തെ വിവരങ്ങൾ. അവിടെ നിന്ന് എപ്പോഴാണ് മൃതദേഹം ഇങ്ങോട്ടേക്ക് പുറപ്പെടുക എന്നൊക്കെയുള്ള വിവരങ്ങൾ. റഹീസ് രാവിലെ 9 മണിയോടെ കൊച്ചി വിമാനത്താവളത്തിലേക്ക് എത്തിക്കും എന്നാണ് നേരത്തെ അറിയിച്ചിരിക്കുന്നത് ഭൗതികദേഹം. അപ്പോൾ അവിടുന്ന് എത്ര മണിക്കാണ് അത് പുറപ്പെടുക, ആരൊക്കെയായിരിക്കും അനുഗമിക്കുക, അത്തരം വിവരങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ടോ? ഇതിനോടകം തന്നെ AV റസലിന്റെ മൃതദേഹം ഇപ്പോൾ അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്നും ഈ ചെന്നൈ വിമാനത്താവളത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. രാവിലെ 7:55 വിമാനമുള്ളത് കൊച്ചിയിലേക്ക്. അപ്പോൾ ആ വിമാനത്തിലായിരിക്കും മൃതദേഹം എത്തിക്കുക. ഒപ്പം മന്ത്രി VN വാസവൻ ഇന്നലെ രാത്രി വൈകി കോട്ടയത്ത് നിന്നുള്ള മന്ത്രി, ഒപ്പം തന്നെ AV റസലിന്റെ ഒപ്പം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നയാൾ, അദ്ദേഹം ആണ് ഇന്നലെ രാത്രി വൈകി ചെന്നൈയിലേക്ക് എത്തിയത്. അപ്പോൾ അദ്ദേഹം ഈ മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. അപ്പോൾ പിന്നീടുള്ളത് അദ്ദേഹത്തിന്റെ ഭാര്യയും മകളുമാണ്. ഇന്നലെ ഈ ചികിത്സയുടെ ഭാഗമായിട്ട് അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് കഴിഞ്ഞ 3-4 ദിവസമായി ഇദ്ദേഹം ചെന്നൈയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഒപ്പം ഉണ്ടായിരുന്നത് ഭാര്യയും മകളുമാണ്. അവരും ഈ മൃതദേഹത്തെ അനുഗമിച്ചുകൊണ്ട് കൊച്ചിയിലേക്ക് എത്തുന്നുണ്ട്. അവിടെ വെച്ച് ചില CPM നേതാക്കളാകും ഉണ്ടാവുക ഈ കൊച്ചി വിമാനത്താവളത്തിൽ മൃതദേഹം ഏറ്റുവാങ്ങാൻ ഉണ്ടാവുക എന്നുള്ളതാണ് ഇന്നലെ VN വാസവൻ മന്ത്രി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില നേതാക്കൾ അവിടെ ഉണ്ടാകും. ശേഷം നേരെ മൃതദേഹം കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ 2 മണിക്കൂർ പൊതുദർശനം ഉണ്ടാകും. മുഖ്യമന്ത്രി അടക്കം ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കും എന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കും മൃതദേഹം കൊണ്ടുപോകും. അദ്ദേഹം ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് ഈ ഒരു മേഖല കേന്ദ്രീകരിച്ചാണ്. ശേഷം വൈകിട്ടാണ് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോവുക. നാളെ ഉച്ചയ്ക്ക് 12 മണിയോടെ സംസ്കാരം ഉണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും 9 മണിയോടുകൂടി കൊച്ചി വിമാനത്താവളത്തിലേക്ക് മൃതദേഹം എത്തി. മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ വിശദാംശങ്ങൾ നൽകിയത്. ആകസ്മികമായി ഉണ്ടായ ഒരു വിയോഗം എന്ന് തന്നെ പറയാം. ആ രീതിയിൽ തന്നെയുള്ള പ്രതികരണങ്ങളാണ് CPIM കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ തന്നെ ഈ റസലിന്റെ വേർപാടുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഇനി നമ്മൾ കോഴിക്കോട്ടേക്കാണ് പോകുന്നത്. കോഴിക്കോട് നിന്ന് അഭിജിത്ത് രാവിലെ തന്നെ ഒരു അപകട വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ വാഹനാപകടം. ചിപ്പിലിത്തോടിന് സമീപം ലോറിയും പിക്കപ്പ് വാനും ട്രാവലറും കൂട്ടിയിടിച്ചു. 4 പേർക്ക് പരിക്കേറ്റു. അഭിജിത്ത് ചേരുന്നുണ്ട് തത്സമയ വിവരങ്ങളുമായി. ഇത് 3 വാഹനങ്ങൾ ഈ അപകടത്തിൽ ഒരുമിച്ച് പെട്ടു എന്നാണ്. ലോറി, പിക്കപ്പ് വാൻ, ട്രാവലർ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ പരിക്കേറ്റവരുടെയൊക്കെ നില എന്താണ്? പ്രജിൻ, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. പരിക്കേറ്റവരുടെ നില വലിയ ഗുരുതരമല്ല. അവർക്ക് വലിയ പരിക്കുകളില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരെ സമീപത്തെ ആശുപത്രികളിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇത് പുലർച്ചെ നടന്ന അപകടമാണ്. ഈ താമരശ്ശേരി ചുരത്തിന്റെ 1-ാം വളവിൽ, അതായത് ഈ ചിപ്പിലിത്തോടിന് സമീപത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. കയറ്റം കയറുകയായിരുന്നു ലോറി. അത് പെട്ടെന്ന് അവിടെ ഈ 1-ാം വളവിൽ വെച്ച് അതവിടെ സ്റ്റക്കാകുന്നു. തുടർന്ന് ഇതിന്റെ പുറകിൽ വരികയായിരുന്ന ഈ പിക്കപ്പ് വാൻ ഈ ലോറിയിൽ ഇടിക്കുന്നു. അതിന്റെ തൊട്ടു പുറകിലായിരുന്നു ഈ ട്രാവലർ ഈ പിക്കപ്പ് വാനിൽ ഇടിക്കുന്നു. അങ്ങനെ ഈ 3 വാഹനങ്ങളും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഇതിൽ പിക്കപ്പ് വാനിലുള്ളവർക്കാണ് കൂടുതൽ പരിക്ക് പറ്റിയത്. അതിലെ ഡ്രൈവർക്കും കിളിക്കും കുറച്ച് കാര്യമായിട്ട് തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിലെ കിളിയെ അവിടെ നിന്ന് വാഹനം മാറ്റിയതിന് ശേഷം വാഹനം വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത് എന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഏതായാലും 4 പേർക്ക് പരിക്ക് പറ്റിയെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ 2 പേർ മഞ്ചേരി സ്വദേശികളാണ്. ഇവരെ നിലവിൽ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ ചുരത്തിൽ വലിയ ഗതാഗത തടസ്സങ്ങളൊന്നുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വാഹനങ്ങൾ സമീപത്തേക്ക് മാറ്റി ഈ വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള സൗകര്യം അവിടെയുള്ള ഈ ചുരം സംരക്ഷണ സമിതി, അവിടെയുള്ള മറ്റ് സന്നദ്ധ പ്രവർത്തകരൊക്കെ ചേർന്ന് ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രജിൻ, ക്രിസ്റ്റീന. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്നും.
അപ്പോൾ ആ വാർത്തയുടെ വിശദാംശങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് എവിടെയാണ്? ലുലു ബുൾഗാട്ടി കൺവെൻഷൻ സെന്ററിലാണ്. നേരത്തെ പറഞ്ഞു അവിടെ നടക്കുന്ന യൂണിവേഴ്സ് കേരള ഗ്ലോബൽ സമ്മിറ്റ് അതിന്റെ സമാപന ദിവസമാണ് ഇന്ന്. നമുക്ക് ഈ പുറകിൽ കാണുന്നത് പോലെ അൺബോക്സ് കേരള 2025 എന്ന രീതിയിലാണ് ഈ സമ്മിറ്റിനെ തന്നെ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഇനിയും തുറക്കപ്പെടാത്ത നിധിയുണ്ട് കേരളത്തിൽ. കേരളം എന്ന് പറയുന്നത് ലോകത്തിനു മുമ്പിൽ കാണിച്ചു കൊടുക്കപ്പെടുകയാണ്. കേരളത്തെ ലോകം കാണട്ടെ, കണ്ടോ കേരളത്തിലുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന രീതിയിലാണ് ഈ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും വരുമ്പോൾ ഇവിടെ ആയുർവേദമുണ്ട്, ടൂറിസം സാധ്യതകളുണ്ട്, അതുപോലെ വ്യോമയാന മേഖലയിൽ സാധ്യതകളുണ്ട്. ആ ഓരോ സാധ്യതകളും കാണിക്കുന്ന ഒരു പ്രതീകാത്മകമായ ഒരു ചിത്രമാണ്.